ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഷാജികുമാർ സാറാണ്. വെൽക്കം. അപ്പോൾ ചേട്ടൻ്റെ നമ്മുടെ വർക്കൊക്കെ ജസ്റ്റ് വിക്കിപീഡിയയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ മറ്റേ തൊട്ടതെല്ലാം പൊന്നെന്ന് പറയുന്ന പോലെ എല്ലാം അടിപൊളി വർക്ക്സാണ്. ഇതെങ്ങനെയാണ് നല്ല സിനിമകൾ മാത്രം കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നത്? ലക്ക് ഫാക്ടറാണോ അതിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്, അതോ ഈ ഒരു കഥ കേൾക്കുമ്പോഴത്തേക്ക് ഇത് സക്സസ്ഫുൾ ആകും അത് നേരത്തെ മനസ്സിലാക്കുന്നത് തന്നെയാണോ? അങ്ങനെ നമുക്കൊരു കഥ കേൾക്കുമ്പോൾ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നല്ല സിനിമയായിരിക്കും എന്നറിയാം, പക്ഷെ അത് ഹിറ്റാവോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. പിന്നെ പറഞ്ഞ പോലെ ലക്കിൻ്റെ ഒരു എലമെൻ്റ് അതിനകത്തുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദൈവാധീനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അതിനോടുള്ള ഡെഡിക്കേഷൻ ആയിരിക്കാം. ഇതെല്ലാം അതിനുള്ള ഉത്തരവാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ ഈ സിനിമ ഈ കഥ കേൾക്കുമ്പോൾ തന്നെ ഇത് സൂപ്പർ ഹിറ്റ് ആവുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അത് മണ്ടത്തരായിരിക്കും. അങ്ങനെ പിന്നെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കഥ ഒപ്പം തന്നെ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കംഫർട്ടാണോ, ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, അത്തരം കാര്യങ്ങൾ നമ്മൾ കുറേ ദിവസം മാറി നിൽക്കേണ്ടതാണ്. അപ്പോൾ അതിൽ അവർ എത്രത്തോളം നമുക്ക് സഹകരിക്കുന്ന, അല്ലെങ്കിൽ അത് കുറച്ച് ദിവസം സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മുന്നോട്ട് പോകാൻ അത് ഭയങ്കര ഗുണം ചെയ്യും. ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കാറുണ്ട്. നമുക്കെല്ലാവർക്കും പല കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒരു ലക്കി ചാം കാണും. ഇയാളുണ്ടെങ്കിൽ അയാൾ നമ്മുടെ ഒരു ഭാഗ്യമായിരിക്കും. അങ്ങനെ ചേട്ടൻ അങ്ങനെ സിനിമയിൽ ആരെങ്കിലും ഉണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞ നടന്മാരെയാണോ ഉദ്ദേശിച്ചത്? അല്ല, മൊത്തത്തിൽ ടെക്നിക്കൽ സൈഡ് നോക്കിയാലോ? ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനെയും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അവർ നമുക്ക് അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരായിട്ട് വേവ് ലെങ്ത് കറക്റ്റാണ്, അല്ലെങ്കിൽ അവരായിട്ടൊരു കെമിസ്ട്രി ഉണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുന്നത്. അവരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സിനിമ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തത് ആരോടൊപ്പം ആയിരിക്കും? വൈശാഖനോടൊപ്പം. അതെന്തായിരിക്കും അത് വീണ്ടും വീണ്ടും? വൈശാഖൻ്റെ തുടക്കം ആദ്യ സിനിമ മുതൽ ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് 1-2 സാഹചര്യങ്ങളുണ്ട്, 1-2 സിനിമകൾ ചെയ്യാൻ പറ്റിയില്ല. അത് എൻ്റേതായ പ്രശ്നങ്ങളാണ്. അല്ലാതെ പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. ഇപ്പോഴും ഇപ്പം ഞാൻ ചെയ്താലും ഇല്ലെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമയാണ് ചെയ്യാൻ പോകണമെന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അതൊരാ മാനസിക അടുപ്പത്തിൻ്റെ ഇതിലാണ്. ഞാൻ ചെയ്യോ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ഇതായിരിക്കും ഞാൻ ചെയ്യാൻ പോണ അടുത്ത സബ്ജക്റ്റ് എന്നുള്ള കാര്യം പറയാറുണ്ട്. അത് ഇപ്പോഴും അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് തുടരും തന്നെയാണ്. അപ്പോൾ എന്താണ് തുടരുമിനെ കുറിച്ചിട്ടുള്ള റിലീസിന് മുമ്പായിട്ടുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ? തുടരും റിലീസ് ഡേറ്റ് ഫിക്സായി, അതായത് April 25 എന്നുള്ളത് ക്ലിയറായി. അപ്പോൾ അതിൻ്റെ അവസാന വർക്ക് സംഭവങ്ങളെല്ലാം നമ്മളിപ്പോൾ ക്യൂബിലും UFOയിലും ലോഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുവരെയാണ് ഇപ്പോൾ അതിൻ്റെ പുതിയ വിശേഷങ്ങൾ. തുടരും എന്ന് പറഞ്ഞ സിനിമ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പുതിയ ഡയറക്ടേഴ്സ് ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും തരുണിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. തരുണിൻ്റെ നേരത്തുള്ള സിനിമകൾ നമുക്കറിയാം, എല്ലാം നമുക്ക് വളരെ പച്ചയായിട്ടുള്ള, അല്ലെങ്കിൽ റോ ആയിട്ടുള്ള ലൈഫ് കാണാൻ പറ്റുന്നുണ്ട്. റോ ലൈഫുമാണ്. അതല്ല, ഇമോഷൻസ് കുറച്ചുകൂടി ഉൾക്കൊള്ളുന്ന ഒരാൾ, അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ലാൽ സാറ് പോലത്തെ ഒരു നടനെ വെച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇദ്ദേഹം ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അത് ബാലൻസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തായാലും തരുണാവുമ്പോൾ അതിനകത്തൊരു മിനിമം ഇതുണ്ട്, അയാളുടെ ഇതിൽ മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും. അപ്പോൾ അതിന് മുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. അതെന്തായാലും 25th വരെ ഇരിക്കേണ്ടി വരും. അപ്പോഴാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു ലാലേട്ടൻ ഫാൻ, അല്ലെങ്കിൽ മലയാള സിനിമ ഫാൻ എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ളവർക്കൊക്കെ ലാലേട്ടൻ്റെ ലാലേട്ടൻ ശോഭന മാം കോംബോ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളത്. കാരണം പണ്ട് മുതലേ നമ്മൾ സ്ക്രീനിൽ കണ്ട് ആസ്വദിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ലൈവായിട്ട് ഇവരുടെ കോംബോ ആക്ടിങ്, ഇതൊക്കെ ക്യാമറയുടെ പിന്നിൽ നിന്ന് ഇവർ രണ്ടാളുടെയും കൂടെ കോംബോ ചെയ്യണം ഫസ്റ്റ് ടൈം അല്ല ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഇതേപോലെ പഴയ സിനിമകളുടെയൊക്കെ വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ വരുമോ? തീർച്ചയായിട്ടും. നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള സിനിമകളിൽ ഒരുപാട് സിനിമകളിൽ അവരുടെ ഉണ്ട്. ഇപ്പം ഞാനായാലും തരുണായാലും, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് ചേട്ടനാണെങ്കിലും എല്ലാവരും അവരുടെ സിനിമകൾ വാച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മുടെ കൺമുന്നിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെർഫോം ചെയ്യുമ്പോൾ അത് ക്യാപ്ചർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാവുന്നു. അത് ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം തരുണുണ്ടാവുന്നു.
അത് പ്രൊഡ്യൂസറാണല്ലോ പ്രൊഡ്യൂസർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളെന്തായിരിക്കും ഇവർ ചെയ്യുക, ഇവർ എന്തായാലും അവരുടെ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നാടൻ ശൈലിയിലുള്ള അങ്ങനെ ഉള്ള ഒരു ഇത് കണ്ട് ആൾക്കാർ ഇത് ഇപ്പോൾ ഇതെന്തായിരിക്കും ഇതിൽ ചെയ്തിരിക്കുന്നത്, എന്താണ് ഇതിനെ ഡിഫറൻറ്റ്, അല്ലെങ്കിൽ ആ കോമ്പോയിൽ ഇപ്പോഴും അത് സക്സസ് ആണോ, അല്ലെങ്കിൽ അത് എങ്ങനെ ഇരിക്കും എന്നറിയാനാണ് എല്ലാവർക്കും ആഗ്രഹം. അവർ ആഗ്രഹിക്കുന്ന, അതായത് അവരുടെ മനസ്സിലുള്ള ഇതിന് ഒട്ടും താഴെ പോകില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാണ്ട് വേറെ ഇപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് നമ്മളിത് ഇപ്പോൾ ഇതിങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇത് ഭയങ്കര സൂപ്പർ ഹിറ്റാവും അങ്ങനെ ഒരാൾക്കും ഇന്നേവരെ പറയാൻ പറ്റാറില്ല. പറ്റിക്കഴിഞ്ഞാൽ അത് ജനമാണല്ലോ തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. ശരിക്കും പ്രേക്ഷകരാണ് അതിനൊരു പെർസെൻറ്റേജ് ഇടേണ്ടത്. ആ പെർസെൻറ്റേജ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ ശോഭന മാം കോംബോ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുള്ളതാണ് സ്ക്രീനിൽ. അതുപോലെ ഇപ്പം മീന ചേച്ചിയായിട്ടുള്ള കോംബോ ആണെങ്കിലും ഉർവശി ചേച്ചിയായിട്ടുള്ള കോംബോ, ഇതൊക്കെ നമുക്ക് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു ഭയങ്കര രസമാണ്. പിന്നെ പൊതുവേ ലാലേട്ടൻ ആരുടെ ഒപ്പം ആയാലും അവരോടൊക്കെ നല്ലൊരു സിങ്കായി പോവും. എന്നാലും ലാലേട്ടൻ ശോഭന മാം കോംബോ അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്താ ചേട്ടൻ അതിൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് എന്തായിരുന്നു ആ ഒരു കോംബോയിൽ? അല്ല, ആ ക്യാരക്ടർ ഇപ്പോൾ ലളിത എന്നുള്ളൊരു ക്യാരക്ടറാണ് ശോഭന മാം ചെയ്യുന്നത്. ശോഭന അത് ലളിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അവർ തമ്മിൽ പെർഫോം ചെയ്യുമ്പോൾ ലളിതയിൽ നിന്ന് ഒട്ടും മാറിപ്പോവില്ല. ഭയങ്കരമായിട്ട് ഇപ്പോൾ ഷൺമുഖനും ലളിതയും ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ അടുത്ത് കാണുന്ന ഏറ്റവും സ്നേഹമുള്ള അല്ലെങ്കിൽ അടുപ്പമുള്ള ഒരു പേരാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ആ സമയത്ത് മോഹൻലാലാണ് അല്ലെങ്കിൽ ശോഭനയാണ് എന്നൊന്നും നമ്മൾ കാണാറില്ല. നമുക്ക് പരിചയമുള്ള ഏതോ രണ്ടുപേര് വളരെ സിങ്കായിട്ട് നല്ല ഭയങ്കര സിങ്കായിട്ട് പോകുന്ന ആൾക്കാർ. അത് കാണാൻ അങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എൻ്റെ ലൈഫ് എന്ന് ചിലപ്പോൾ പലർക്കും തോന്നുന്ന സിറ്റുവേഷൻസാണ്. അപ്പോൾ അത് ഇതിനു മുമ്പ് അദ്ദേഹം കണ്ടിട്ടുള്ള തരുൺമൂർത്തി കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്ന് അല്ലെങ്കിൽ ജീവിതങ്ങളിൽ നിന്ന് കണ്ടിട്ടുള്ള സാധനമാണ് ഇവരിലൂടെ പുറത്തു വരുന്നത്. അതാണ് അതിൻ്റെ ശരിക്കുള്ള ഇത്. നമ്മൾ ഒരുപാട് സിനിമയിൽ ഇവരുടെ കോംബോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും പഴയ സിനിമയിലുള്ള രണ്ട് കഥാപാത്രങ്ങൾ വർഷങ്ങൾക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ലളിതയും ഷൺമുഖവും ആവുകയാണെങ്കിൽ അത് ഏത് സിനിമയായിട്ടായിരിക്കും കൂടുതൽ ലിങ്ക്? കഥാപാത്രങ്ങൾ മാത്രമാണ്, കഥയല്ല. ഇവരുടെ സ്വഭാവം വെച്ചിട്ട് ആ ഒരു കപ്പിൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും പ്രായമായ രണ്ടുപേരാവുകയാണെങ്കിൽ. അല്ല, അവരുടെ ഏജ് നമ്മളത് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ സിനിമ. അല്ലാണ്ട് ഞാൻ പറയുന്നത് അവരൊരു ടീനേജോ അല്ലെങ്കിൽ കോളേജോ അല്ലെങ്കിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞ ന്യൂ കപ്പിളോ അങ്ങനെയല്ല. അങ്ങനെ അതൊരു മെച്യൂർഡ് ലൈഫ് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ആ മെച്യൂർഡ് ലൈഫ് ആയിരിക്കില്ല അവർ ചെയ്തേക്കുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി പ്ലസ് ആയിട്ട് അവരെ ഏജുമായിട്ട് ഏതാണ്ട് അടുത്ത് വരുന്നതും കുറച്ച് പ്രാരാബ്ദങ്ങളൊക്കെ കൂടുതലുള്ള അന്ന് നമ്മൾ കണ്ടേക്കണത് ജീവിതത്തിൽ ആ സമയത്ത് ജീവിക്കാനുള്ള ഇതങ്ങനെയല്ല. മക്കളുടെ കാര്യം, ബാക്കിയുള്ള സംഭവങ്ങൾ എല്ലാം നോക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അവരെത്തി. അപ്പോൾ അത്രയാണ് മൂമെൻറ്റ്. അപ്പോൾ അതിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരന്നത്തെ ഒരു ഇതല്ല ഇന്ന്. അവരന്ന് ഫേസ് ചെയ്തേക്കണ ക്യാരക്ടേഴ്സൊക്കെ അവർക്കിങ്ങനെ അന്ന് എങ്ങനെ ജീവിക്കാൻ പറ്റും, ഇനി അടുത്ത നാളത്തെ ദിവസം എന്തായിരിക്കും, അങ്ങനെയുള്ള സംഭവം നമ്മൾ കണ്ടു. ഇതങ്ങനെയല്ല, കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കാനും കുറച്ചുകൂടി മെച്യൂരിറ്റി അവർക്ക് വന്നിട്ടുണ്ട് ഈ ക്യാരക്ടറിൽ. അത് സിനിമയ്ക്ക് ആവശ്യമായതുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഈ തുടരുമെന്ന നമ്മുടെ ആ ഒരു സെറ്റിലോട്ട് ചേട്ടനിങ്ങനെ ആ സെറ്റിലെ മെമ്മറീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻസിഡന്റ് എന്തായിരിക്കും? അല്ല, ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് അതിൽ. ഒന്നായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ അതിൻ്റെ സിറ്റുവേഷൻസ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് 25-ാം തീയതി ശേഷം കാണാവുന്നതാണ്. ഞാൻ പറയുന്നത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇവരിലൂടെയല്ല, നമ്മൾ അല്ലാതെ സാധാരണ പുറത്ത് ഔട്ട്സൈഡ് നമ്മൾ സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴോ നമ്മൾ കാണുന്ന ഒരുപാട് സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ കൂടി നമ്മൾ കാണുന്നുണ്ട്. അത് അവരുടെ ലൈഫിൽ അത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. എന്ന് വെച്ചാൽ അവരങ്ങനെ ഈ സെലിബ്രിറ്റികൾ അവരിങ്ങനെ ഓപ്പണായിട്ടൊരു സ്ഥലത്ത് പോക്കുണ്ടാവില്ല. ആൾക്കാർ ഒരുപാട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അവരാകെ ലൊക്കേഷനിൽ വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ട്രാവലിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ്സിനകത്തോടി കാണുന്ന ഒരു ഒബ്സർവേഷൻ അവർക്കുള്ളൂ. അവിടെ നിന്ന് അവരെങ്ങനെ ഇത്രയും താഴത്തേക്ക് ഇറങ്ങി വന്ന് അല്ലെങ്കിൽ അവരുടെ ചേഷ്ടകളൊക്കെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. ശരിയാണല്ലോ, ഞാനത് ആ ഒരു രീതിയിലോട്ട് ഇപ്പോഴേ ചിന്തിച്ചത്. അപ്പോൾ അതായത് ഈ കറണ്ട് സിറ്റുവേഷനിലൊന്നും ലാലേട്ടനൊന്നും എത്ര വർഷങ്ങളായിട്ട് അങ്ങനെ നോർമലി നമുക്കൊരു പബ്ലിക്കായിട്ട് അവർക്ക് നടക്കാൻ പറ്റില്ല, റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു മാർക്കറ്റിൽ പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു
ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റ് കുറേ വർഷങ്ങളായിട്ട് അവർക്കില്ല. ഒരു പ്രൊട്ടക്ഷനിലല്ലാതെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ആ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഇന്നതൊക്കെ ആയിരിക്കും, ഇതായിരിക്കും അവർ ചെയ്യുന്നത് എന്ന് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടായിരിക്കും അത് ഒരു ഔട്ട് വരുന്നത്. അപ്പോൾ അത് എവിടെ നിന്ന് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ആൻസർ ഇല്ല. അത് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്? ചോദിക്കാൻ അതല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കഥ അല്ലെങ്കിൽ ഒരു ഇന്നെടുക്കാൻ പോകുന്ന സീനെ കുറിച്ച് നമ്മളൊരു രീതിയിൽ ആലോചിക്കും. പക്ഷെ പ്രസൻറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ വേറൊരു രീതിക്കായിരിക്കും. നന്നാവുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വേണ്ടത് നല്ലതല്ലേ, അപ്പം നല്ലതേ വരുള്ളൂ. അപ്പോൾ അത് എങ്ങനെ പഠിച്ചു എന്നോ അത് എന്താണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചെന്നോ ഒന്നും പറയാൻ പറ്റില്ല. എപ്പോഴും ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചേട്ടൻ്റെ മനസ്സിൽ ഒരു വിഷ്വലൈസ് ചെയ്യുമല്ലോ, ഇതെങ്ങനെയായിരിക്കും ഒരു നടന്നു വരുന്ന, അങ്ങനെ ചെയ്യും, ആ ഒരു വിഷ്വലൈസിങ് കാണുമല്ലോ. അപ്പോൾ എപ്പോഴും ആ ഒരു വിഷ്വലൈസ് ചെയ്യുന്ന ആ ഒരു സാധനം തന്നെ ആയിരിക്കുമോ കിട്ടാറും? അങ്ങനെ ആയിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാരണവശാലും ഏത് സിനിമ നോക്കിയോ, ഏത് ഫ്രെയിമിലായാലും ലാൽ സാർ ഒരിക്കലും ഒരു ഹൈഡിൽ നിൽക്കണം നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടാവില്ല. സാറിൻ്റെ ഒരു ഐയെങ്കിലും ക്യാമറയിൽ നമ്മൾ കണ്ടിരിക്കും. അങ്ങനെയാണ് അത്. ചിലർ ഓവർലാപ്പിൽ പോവും, ചിലർ ലൈറ്റ് ക്യാച്ച് ചെയ്യാണ്ട് നിൽക്കും. അതൊന്നും നമുക്ക് ഒരിക്കലും ലാൽ സാറ് നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. ക്യാമറയിലും സാർ എന്തായാലും വന്നിട്ടുണ്ടാവും. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും എന്നുള്ളതല്ല. അത് ആ ഒരു പ്രസൻസ് ഭയങ്കരമായിട്ടുണ്ട്. 2, ആ ഫ്രെയിമിൻ്റെ എവിടം വരെ എത്ര വരെ ഉണ്ട്, അല്ലെങ്കിൽ ഇത് അതിനൊരു ജഡ്ജ്മെൻറ്റ് വിളിക്കാൻ നന്നായിട്ടുണ്ട്. അതനുസരിക്കുകയും പെർഫോം ചെയ്യുന്നു. ഒരിക്കലും പുറത്ത് പോയിട്ട് ഒരു ഭയങ്കര ഇതായിട്ട് പെർഫോം ചെയ്യില്ല. നമുക്കത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ട. ചിലപ്പോൾ ചിലർ ഒരു കൺട്രോളിലാണ്ട് ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ്സുകൾ, ആക്ടിങ്ങിനെ കുറിച്ച് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ആ മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ അവർ ഈ ഫ്രെയിം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാണ്ട് ചിലപ്പോൾ മൂവ് ചെയ്യാം പോവും. പക്ഷെ നമ്മൾ ഓൾറെഡി റെഡി ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ അത് പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ആ ഒരു എനർജി പിന്നെ ഉണ്ടാവില്ല. ആ എനർജി നമ്മൾ മിസ്സാവാതിരിക്കാൻ മാക്സിമം ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആക്കാൻ നോക്കും. ആദ്യം പമ്പ് ചെയ്യുന്നതാണല്ലോ ഏറ്റവും വലിയ ഇത്. അതിൽ നമ്മൾ 10ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ അവർ ടോട്ടലി എല്ലാത്തിലും ഉണ്ടാവും, കൂടെ നിൽക്കുന്നവരുടെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു നല്ല ഔട്ട് കിട്ടില്ല. അപ്പോൾ ഔട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഫസ്റ്റ് ടേക്ക് തന്നെ മാക്സിമം നന്നാക്കാൻ നോക്കും. നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കുകൾ, ഫോക്കസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സുകൾ അതൊക്കെ പെർഫെക്റ്റ് ആക്കാൻ നോക്കും. എന്നുവെച്ചാൽ യാദൃശ്യമായിട്ട് സംഭവിക്കാം, ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല. ഒരു ഗ്രൂപ്പായതുകൊണ്ട് ആർക്കെങ്കിലും ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ അത് പിഴവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവരോട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും സാറ് നമ്മളെ നിരാശപ്പെടുത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണതാണ്. അതിൽ ഒരിക്കലും ചില സബ്ജക്റ്റുകൾ വന്ന് പെട്ടേക്കാം ഇങ്ങനെ. അപ്പോൾ അതിൽ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. അല്ലാണ്ട് ഇങ്ങനൊരു സിനിമ മോശമാക്കണം അല്ലെങ്കിൽ ഇന്നൊരു സിനിമ നന്നാക്കണം, എല്ലാം നന്നാക്കാൻ തന്നെ ശ്രമിക്കണേ. സംഭവിക്കുന്നതാണ് ബാക്കിയെല്ലാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര എഫോർട്ട്ലെസ് ആയിട്ട് ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാലും ആ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ലാലേട്ടന് തന്നെ പോകും അല്ലേ, ആ ഒരു ഫ്രെയിം വെക്കുന്ന സമയത്ത്. അല്ല, അത് ഈ സിനിമയെ സംബന്ധിച്ചോളം നമ്മളങ്ങനെ ഒരു അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാ. അതെ, അതുണ്ട്, വയ്ക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് സിനിമ കാണുന്നുണ്ടെങ്കിൽ ലാൽ സാറിനെ ഒഴിവാക്കി നമുക്കൊരു സിനിമ കാണാൻ പറ്റില്ല. സിനിമ ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ നമ്മൾ ലാൽ സാറിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ ആ ഒരു ചെയ്തേക്കണ ക്യാരക്ടറുകളുടെ ഇഷ്ടം നമ്മുടെ മനസ്സിൽ കയറിയേക്കണേ അവർ വളരെ തറമായിട്ടാണ് കയറിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്താലും നമുക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ അതിൽ പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലേക്ക് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഏറ്റവും നമുക്കത് ഇഷ്ടപ്പെടും. അത് തന്നെയാണ്. അല്ലാണ്ട് ഒരിക്കലും സാറ് തന്നെ അല്ലാണ്ട് ഇപ്പോൾ 100 പേര് നിൽക്കുകയാണെങ്കിൽ നമ്മൾ സാറിനല്ലേ നോക്കുള്ളൂ. ഇപ്പോൾ 1000 പേര് നിൽക്കുന്ന സ്ഥലത്ത് സാറ് വന്നിറങ്ങിയാൽ സാറിനെ നോക്കില്ലേ എന്ന് പറഞ്ഞാൽ അത് സിനിമയ്ക്കും ഉണ്ടായിരുന്നു ആ ഒരു മാജിക്കല്ലേ. അത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട് കേട്ടോ. ആ ഒരു ഓറ അല്ലെങ്കിൽ ഓറ അല്ലെങ്കിൽ ഒരു ഗ്ലോ എന്ന് പറഞ്ഞ സാധനം അങ്ങനെ ആകുമ്പോഴാണല്ലോ അവർ ആർട്ടിസ്റ്റായി മാറുന്നത്. ഞാൻ പറഞ്ഞ 100 പേരോ 1000 പേരിലോ ഒരാളെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാളെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അയാൾ ഹീറോ തന്നെയാണ്. അതിപ്പോൾ നടനാവണമെന്നില്ല. നമ്മളൊരു കൂട്ടത്തിലൊരാളെ കണ്ട് അയാളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അതേപോലെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിരുന്നു. ലാലേട്ടൻ ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നത് ഫ്രെയിമിൽ ഒന്നെങ്കിൽ ഒരു ചായക്കപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു ബോളായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ആ ഒരു സീൻ അത് ഇങ്ങനെ ഭയങ്കര നാച്ചുറലായിട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഫയലായിരിക്കും, അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ലാലേട്ടൻ കൊണ്ടുപോകും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ എല്ലാ സിനിമയിലും പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന ഒരാളാണ്, എല്ലാ സീക്വൻസിലും. അതിപ്പോൾ
സാറിപ്പോൾ വേറെ ആരെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് 2, 3, 4, 5 ടേക്ക് വന്നാലും ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ അതിന് ചേഞ്ച് വരില്ല ഒരിക്കലും. അതായത് 10ാമത്തെ ടേക്കിലായാലും 2ാമത്തെ ടേക്കിലായാലും ഈ പ്രോപ്പർട്ടി എവിടെയാണ് ഏത് ഡയലോഗിലാണ് അത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ മാത്രമേ അത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കണ്ടൻറ്റ് മിസ്റ്റേക്ക് പുള്ളിയുടെ നിന്ന് വരില്ല. അത് ഇപ്പോൾ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർക്ക് അത് ചലഞ്ചിങ് ആയിരിക്കും. അതായത് ഏത് സമയത്ത് എങ്ങനെ എന്നുള്ളത് പുള്ളി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അത് സാറ് വളരെ ഫോളോ ചെയ്യും. എന്നിട്ട് ചോദിക്കും അവനോട് ഇത് കറക്റ്റാണോ എന്ന്. ഇനി അവൻ തെറ്റി പറയും ചിലപ്പോൾ. അപ്പോൾ പോയി നോക്കാൻ പറയും, മോണിറ്റർ നോക്കൂ എന്നിട്ട് പറയുമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രോപ്സ് കയ്യിലെടുത്താൽ അത് വെച്ച് യൂസ് ചെയ്യും. അത് കുറച്ച് പേർക്ക് പറ്റുന്ന കാര്യമാണ്. ചില ആക്ടേഴ്സിന് ഉണ്ട് അവരെ കൈ എവിടെ വെക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത, അഭിനയിക്കുന്ന സമയത്ത് കൈ എന്ത് ചെയ്യണം. അപ്പം മിക്കവാറും പോക്കറ്റിലിടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനത്തിൽ പിടിക്കും, അങ്ങനെ ചെയ്യും. അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല ഇതേവരെ. ആ ലിമിറ്റേഷൻ ഇല്ല സാറിന്. ലാലിന് തന്നെ ചോദിച്ചു വാങ്ങുന്നതാണോ എനിക്ക് ഇതേപോലെ ഒരു എന്തെങ്കിലും ആ ഒരു സീൻ ആപ്റ്റ് ആയിട്ടുള്ള? അല്ല, അവിടെ കാണുന്ന എന്തെങ്കിലും എടുക്കുന്നതാണ്, അവിടെ എടുക്കും. അതല്ലേ ഇങ്ങനെ ഒരു സംഭവം കിട്ടുമോ, ഡയറക്ടറോട് ഡിസ്കസ് ചെയ്യും. ഞാനിങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതിനകത്തൊന്നും യാതൊരു ഇതില്ല. അപ്പോൾ ചുമ്മാ ഒരാൾ വെറുതെ നിൽക്കണ, ഞാൻ പറയില്ലേ കൈയുടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്ന അത്തരം കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുമല്ലോ. നമ്മളപ്പോൾ അതിൽ വരുന്ന മൂമെൻറ്റ്സുകൾ അതിനകത്ത് ലൈറ്റർ ഹ്യൂമർ ഉണ്ടാവും ചിലപ്പോൾ. അത് സംസാരിക്കാതെ തന്നെ ആ ഫ്രെയിമിൽ കിട്ടുന്ന കാര്യങ്ങൾ അതല്ല. അതെ അതെ അതെ. ഇതേപോലെ ചേട്ടൻ്റെ ഫ്രെയിമിൽ ലാലേട്ടൻ അങ്ങനെ അനായാസമായിട്ടൊരു യൂസ് ചെയ്ത ഒരു ഒബ്ജക്റ്റ്, അങ്ങനത്തെ ഒരു ഫ്രെയിം എന്തായിരുന്നു? അല്ല, അങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. എല്ലാ ഫ്രെയിംസിലും അല്ല, എന്താ നമ്മുടെ ഫ്രെയിമിൽ വരുന്നതിൽ അതിന് സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി എടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ള അല്ലാതെ അതിന് ചേരുന്ന സമയത്താണെങ്കിൽ എന്തുവേണി എടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ എൻ്റെ ഒരുപാട് സിനിമ ചെയ്തപ്പോൾ അങ്ങനെ മെമ്മറിയിൽ ഇന്ന പ്രോപ്പർട്ടി എടുത്തു എന്നല്ല. എനിക്കറിയാം എന്തായാലും എന്തെങ്കിലും ഒരു സാധനം കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന എടുക്കും, അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ നീക്കി വയ്ക്കാൻ പറ്റും നീക്കി വയ്ക്കും. അങ്ങനെയുള്ള സാധനം ഒരു മൂമെൻറ്റ്സ് ഉണ്ടാവും അതിനകത്ത്. ഉണ്ടാവും. അതുപോലെ നമ്മൾ ഇതിനകത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ കണ്ട് ചിരിച്ചതും ചിന്തിച്ചതായിട്ടുള്ള സംഭവം ലാലേട്ടൻ ആ താടീനെ കുറിച്ച് പറയുന്നതാണ്. ഈ താടി ആർക്കാ പ്രശ്നം എന്നുള്ളത്. അതിപ്പം മനഃപൂർവ്വം എന്താ പറയുക, ഇൻറ്റൻഷനലി ചെയ്തൊരു സംഭവം തന്നെയായിരുന്നു അല്ലേ? അല്ല, അത് ശരിക്കും ഒരു സോങ്ങിൽ വരുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പോൾ അതിങ്ങനെ താടി എല്ലാവരും എന്താ താടി എടുക്കാത്ത അങ്ങനെയൊക്കെയുള്ള സംഭവം വന്നു. അപ്പോൾ ഡയറക്ടർക്ക് തോന്നിയിട്ടുണ്ടാവും എന്നാൽ ശരി അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാമെന്ന്. അങ്ങനെ വന്നതാണത്. അല്ലാതെ നമ്മൾ വേറെ ഇതിനു വേണ്ടിയല്ല. അപ്പോൾ താടി ലൂസിഫറിന് താടി ഉണ്ടായി നമ്മുടെ പടത്തിന്, ലൂസിഫറല്ല എമ്പുരാൻ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ പടത്തിലും കുറച്ച് നമ്മൾ ട്രിം ചെയ്തു, നമ്മൾ യൂസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സത്യേട്ടൻ്റെ പടത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അത് റിമൂവ് ചെയ്തു. അപ്പോൾ അതെടുക്കുമ്പോൾ നമ്മളന്ന് ഷൂട്ട് ചെയ്ത് പോയതാണ്. ഇപ്പോൾ എടുക്കുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത്. എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് തന്നു. അത് ഒരു പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടനാണെങ്കിൽ ഒരു ബൈക്ക് ഓടിച്ചിട്ട് പുറകിലൊരാളും ഒരു കുപ്പിയൊക്കെ ആയിട്ട് മറ്റേ ബൈക്ക് ഓടിച്ചു പോകുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ, അതായത് ഒരു ഹീറോ, ലാലേട്ടൻ പലപ്പോഴും ബുള്ളറ്റ് ഓടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല സിനിമയ്ക്കും ആ ഒരു ഹീറോയുടേതായിട്ടുള്ള ആ ഒരു ലുക്കും ആ ഒരു ഇരിപ്പും ആ ഗാംഭീര്യം ഒക്കെ കാണും. പക്ഷെ ഇതിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് ആ സാധാരണക്കാരൻ്റെ ആ ഒരു ബൈക്ക് ഓടിക്കുന്ന സ്റ്റൈല് അത് ഭയങ്കരമായിട്ട് ക്യാച്ചി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ലേ 10 പേരുണ്ടെങ്കിൽ അതിലൊരാളെ ലാൽ സാർ ഇതിൽ ഈ സിനിമയിൽ സാധാരണക്കാരനാണ്. ലാൽ സാറ് സാധാരണക്കാരനായിട്ട് അഭിനയിക്കുന്ന കാണാൻ എനിക്കും ബാക്കിയുള്ള പ്രേക്ഷകർക്കും ഇഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ആ ബൈക്ക് ഓടിക്കുമ്പോൾ അതൊരു ബുള്ളറ്റ് ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറി. ഇയാളിപ്പോൾ ഒരു സാധാരണ ഷൈജു അടിമാലിയാണ് എൻ്റെ ബാക്കിലിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അവർ പോകുന്ന ഒരു ട്രാവലാണ്. ആ ട്രാവലിൽ ഒരു സാധാരണക്കാരൻ സ്പ്ലെൻഡർ ഉപയോഗിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബൈക്കാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം തരുൺ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഡയറക്ടറാണ്. പ്രോപ്പർട്ടിയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സീനുകൾ തമ്മിലുള്ള അങ്ങോട്ടുള്ള മെർജിങ്, അതായത് അടുത്ത സീനിലേക്ക് പോകുന്നത് ഒരു സൗണ്ട് എഫക്റ്റ് കൂടി പോകാൻ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം സൗണ്ടിനും കൂടി ഇമ്പോർട്ടൻസ് ഷൂട്ട് ചെയ്യുമ്പോഴേ അദ്ദേഹം ആലോചിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞ ഒരു ക്വാളിറ്റിയാണ്. അതൊക്കെ ശരിക്കൊരു എൻ്റെ സിനിമ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ ഇന്നതേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കണം, അത്തരം കാര്യങ്ങളിലുള്ള ചിന്തയുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അതിലൊരാളാണ് ഇദ്ദേഹം.
അതുപോലെ ഒരുപാട് നാൾക്ക് ശേഷം ലാലേട്ടന്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഓട്ടവും നമുക്ക് കാണാൻ പറ്റി. ലാലേട്ടൻ എല്ലാം വാരിപ്പെറുക്കി ഓടുന്ന ഒരു സീനുണ്ടല്ലോ, ഗോ ടു യുവർ ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ലാലേട്ടന്റെ ആ ഒരു ഓട്ടമൊക്കെ നമ്മൾ കുറെ ആയി അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വീണ്ടും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് സിനിമയില് ഇങ്ങനെ അതും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് അത് നമ്മൾ എന്താ പറയാ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലോയിൽ ലാലേട്ടൻ അങ്ങനെ പോകുന്നത് കാണുമ്പോഴത്തേക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? അല്ല, നമുക്കൊരു പ്രതീക്ഷയില്ലല്ലോ. അപ്പോൾ സാറിന് ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് കണ്ടീഷനിൽ ഓടുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇതിനെ സംബന്ധിച്ചോളം സാറിൻ്റെ ഒരുപാട് നമുക്കൊരു മിസ്സായിരുന്ന കുറേ നാളായിട്ട് മിസ്സായിരുന്ന സാറിൻ്റെ ചിരി, ഇന്നസെൻസ്, പിന്നെ ആ ഒരു ഇങ്ങനെയുള്ള ബഹളവും കാര്യങ്ങളും ഓട്ടവും അതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അതെല്ലാം കുറേ വർഷങ്ങൾക്ക് ശേഷം സാധനം തിരിച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടും പ്രേക്ഷകർക്ക് വീണ്ടും കാണാൻ പറ്റും. അത്തരം കാര്യങ്ങൾ വീണ്ടും നമുക്ക് ഒന്നുകൂടെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഞാൻ ചേട്ടൻ്റെ ഇന്റർവ്യൂവിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, മഴയുടെ സീക്വൻസിൽ ലാലേട്ടൻ ഒട്ടും വയ്യായിരുന്നു, പനിയായിട്ടിരിക്കുമായിരുന്നു, എന്നിട്ടും അതൊന്നും വക വയ്ക്കാണ്ട് ആ ഒരു പനിയായിട്ടും വീണ്ടും മഴയത്ത് വന്ന് നിന്നു എന്നൊക്കെ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. ഹെൽത്ത് ഞാൻ ഇപ്പം നരൻ മോലാണ് ഞാൻ സാറിൻ്റെ പടം ചെയ്തു തുടങ്ങി. അപ്പോഴേ നമുക്കറിയാം അത്രയും ഹെവി ആയിട്ടുള്ള വെള്ളപ്പൊക്കമാണ്. ശരിക്കും പറഞ്ഞാൽ ഡാം തുറന്നിരിക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇറങ്ങാൻ ധൈര്യം കാണിക്കുന്നവർ തന്നെ വളരെ പൂർവ്വം ഉണ്ടാവുള്ളൂ. അതിൽ സാർ അതങ്ങ് ചെയ്യുമ്പോൾ അന്ന് മുതലുള്ള ബന്ധം ഞങ്ങൾ ഇന്നിപ്പോൾ തുടരൂരിൽ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ ഒന്നിക്കുന്ന സിനിമകളിൽ മിക്കവാറും എന്തെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻസ് ഉണ്ടാവും. ഒന്ന് ഈ കടലായിരിക്കും, അല്ലെങ്കിൽ മഹാസമുദ്രം ഫുൾ കടലിലായിരുന്നു, പിന്നെ പുലിമുരുകനാണെങ്കിൽ പുലിയുടെ കൂടെ, അത് കഴിഞ്ഞ് നരലാണെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ, ഇങ്ങനെ ഓരോന്നിലും ഓരോ ഇത് സംഭവം. അപ്പോൾ സാറ് ചോദിക്കാറുണ്ട്, നമ്മൾ തമ്മിൽ കൂടുമ്പോൾ എന്ത് ഈ എല്ലാ സാധനവും പാമ്പ്, പഴുതാര, അലി, പുലി, ഇങ്ങനെ ഓരോ സാധനങ്ങൾ, വെള്ളം, ഇങ്ങനെയൊക്കെ വരണത് എന്താണെന്ന് യാദർശ്യമായിട്ട് വരുന്നതാണ്. പക്ഷേ ഇങ്ങനെ പനി ആയിരുന്നു ആ സമയത്ത്, മഴയുണ്ട് സീക്വൻസിൽ, അത്തരം കാര്യങ്ങളിൽ പുള്ളിയുടെ ഫിസിക്ക് നോക്കിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. ഇപ്പോൾ നമ്മൾ നരൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ക്ലൈമാക്സ് പോർഷൻ ഏതാണ്ട് 10 ദിവസത്തോളം ഷൂട്ട് ചെയ്തത് വെള്ളത്തിനടിയിൽ, വെള്ളം പോർഷൻ. അപ്പോൾ ഒട്ടും വയ്യാന്ന് വെച്ചാൽ രാവിലെ ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങുന്ന വൈകിട്ട് 6 മണി വരെ. അപ്പോൾ ഒരു 5 o'clock ആകുമ്പോൾ ആൻ്റണി വരും. ആൻ്റണിയാണ് പ്രൊഡ്യൂസർ. എന്നിട്ടും പറയും, ആൻ്റണി ഇനി സാറിനോട് കയറാൻ പറയും, കുഴപ്പമില്ല, ഇനി നമുക്ക് നാളെ എടുക്കാമെന്ന് പറയും. സാറില്ല, ഇനി കുറച്ച് നേരം കൂടി ഇരുട്ടാനുണ്ടല്ലോ, നമുക്ക് അതുകൂടി കഴിഞ്ഞിട്ട് ചെയ്യാം എന്നാണ് സാറ് പറയുന്നത്. കുത്തൊഴുക്ക് വെള്ളത്തിലായി. അതെ അതെ, അതല്ല അങ്ങനെയുള്ള സാഹസങ്ങൾ ചെയ്യും. ഞാൻ പറയുന്നത് എല്ലാം ചെയ്യുന്നത് നല്ലതല്ല, നമ്മൾ വിലക്കാറുണ്ട്, സാർ ചെയ്യരുതെന്ന് പറയാറുണ്ട്. പക്ഷേ സാർ അങ്ങനെയല്ല. അതിന് ഇപ്പോൾ ഡയറക്ടർക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ അത് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആരും പറഞ്ഞാൽ കേൾക്കില്ല. മഹാസമുദ്രം എന്ന സിനിമയിൽ നമ്മൾ ഇവിടെ നിന്ന് കരയിൽ ഒരുപാട് മാറിയിട്ടാണ് ഉൾക്കടലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴൊരു സീക്വൻസ് ഇങ്ങനെ ഒരു നടനെ മറ്റേ സായികുമാറിൻ്റെ മോനായിട്ട് അഭിനയിക്കുന്നവനെ കൊണ്ട് കളയാൻ, പുള്ളിയുടെ കയ്യിൽ നിന്നാണ് മരിക്കുന്നത്, കൊണ്ട് കളയാൻ പോകുമ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് ചെറുതായിട്ട് ജീവനുണ്ടാവും. ആ ജീവനുള്ളപ്പോൾ പുള്ളി നോക്കുമ്പോൾ മറ്റേ ഗാർഡ് വരും. പെട്ടെന്ന് ഈ വെള്ളത്തേക്ക് എടുത്തിടുമ്പോഴാണ് അയാൾ കാണുന്നത് ഇങ്ങനെ പുള്ളിക്ക് ജീവനുണ്ടെന്ന്. വെള്ളത്തിലിട്ടും പോയി, മറ്റവർ വന്നു, അവർ പോയോണ്ട് പുള്ളി ചാടുവിലേക്ക്. ഇത് ചാടുന്നത് സാറിനോട് പറഞ്ഞു, ഡ്യൂപ്പുണ്ട്, കുഴപ്പമില്ല സാറെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ ചോദിച്ചു, അല്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഡ്യൂപ്പ് വെച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ മതി. പുള്ളി പറഞ്ഞു, അല്ല സാർ ചാടണം. ഞാൻ ചാടണോ അവിടെ നിന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, പറയൂ സാർ എന്ന് പറഞ്ഞു പുള്ളി. ഇത്രയും മൂളിയുള്ളൂ പുള്ളി. ഇമ്മീഡിയറ്റ് ചാടി കഴിഞ്ഞു ആള്. അതാണ്. അപ്പം എന്ന് വെച്ചാൽ നമ്മളൊരു കുറച്ച് നേരം എല്ലാവരും സൈലൻ്റായി പോവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് പൊങ്ങണം, അത്ര ഒഴുക്കുണ്ടാവും ഉള്ളിൽ. സാറ് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു മുകളിലേക്ക് വരാൻ സ്ട്രഗിൾ ചെയ്തെന്ന് പറയണേ. അല്ല അത്തരം കാര്യങ്ങളിൽ എന്നോട് പറഞ്ഞു ഇല്ലല്ലോ ഒന്നുമില്ല, അങ്ങനെ ഒരു സെക്യൂരിറ്റി ഇല്ല, പെട്ടെന്നാണല്ലോ ചാടണേ. എന്നോട് പറഞ്ഞു ക്യാമറ വെക്കണ്ടോ ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ സ്റ്റാൻഡിൽ പോലും വെക്കാൻ അങ്ങനെ ഒരു ഇതിൽ വെച്ച് കയ്യിലവർ വെച്ചേക്കണേ ക്യാമറ. അങ്ങനെ ചാടി. അത് ഞാൻ വെച്ചില്ലെങ്കിലും ചാടും, അതുകൊണ്ടാണ് ഞാൻ വെച്ചത്. ഞാൻ പറഞ്ഞു സാറ് വേണ്ട, അതിനാൾ വന്നിട്ടുണ്ട്. അല്ല വേണ്ട, അദ്ദേഹത്തിന് വേണമെന്നല്ലേ പറയുന്നത്, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ജോലി അതല്ലേ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ഒരു ഡയറക്ടർ ആ സിംഗിൾ ഷോട്ട് തന്നെയല്ലേ നമ്മൾ മൂവിയിൽ? അതെ അതെ, അത് തന്നെ സാറ് എന്നെ ചാടിയേക്കണേ. ആ ഷോട്ട് തന്നെ. അതെ അതെ. അല്ല ഡ്യൂപ്പ്
ഡ്യൂപ്പിനെ പിന്നെ വെറുതെ പറഞ്ഞു വിട്ടോ? അല്ലാതെ രക്ഷയില്ലല്ലോ. അതെ, പുള്ളി എന്നെ അന്തിച്ചു പോയി. പുള്ളിക്ക് കടലിൽ പരിചയമുള്ള ആളാണ്. പരിചയമുള്ള ആളാണ്. സാറിന് ഒരു ഇതിലാണ്ട് ഇങ്ങനെ പുള്ളിക്ക് ചാടാൻ പേടിയുണ്ടാവുന്ന പിന്നെ പറഞ്ഞേ. ഈ കടലിൽ നിന്ന് മീൻസ് വേറെ എവിടെയും ചാടുന്ന പോലെ അല്ലല്ലോ, കുളത്തിൽ ചാടുന്ന പോലെ അല്ലല്ലോ കടലിൽ ഒരു ചാടുന്നത്. വള്ളത്തിൽ നിന്ന് ഫോഴ്സായി ചാടുമ്പോ അത്രയും താഴ്ചയ്ക്ക് താഴ്ചയില്ല, എത്ര ആഴ്ച ഉണ്ടെന്ന് പോലും നമുക്ക് നിലയെത്തില്ല. അതിന് മുമ്പ് തിരിച്ചു വരണ്ടേ? അതെ, അതൊരു വലിയ ഡേഞ്ചറാ. അത് എത്ര ആഴം ഉണ്ടെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. എന്നിട്ട് എന്തായാലും അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞത്? തിരിച്ചു വന്നിട്ട് ഒന്നും ചോദിച്ചൊന്നുമില്ല, സാർ അങ്ങനെ കയറി പോയി. നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള നമ്മളെ ടെൻഷൻ മുഴുവൻ നമ്മുടെ ഫ്രണ്ടിലാണല്ലോ സാർ ചാടിയേക്കണേ. എവിടെ പൊങ്ങുന്നായിപ്പോയി, എല്ലാവരും ഞെട്ടിയെന്ന് നിന്നേ. അല്ല അതൊക്കെ അത്തരം സംഭവത്തിൽ നമ്മൾ സൂക്ഷിച്ചു വേണം സാറിനോട് സംസാരിക്കാനായി, അല്ലെങ്കിൽ അത് സാർ ചെയ്യും എന്ത് റിസ്ക് ഉണ്ടെങ്കിലും. ഏത് സ്പോട്ടിലാണ് അതൊക്കെ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അതല്ല ചെയ്യാൻ പറ്റുന്നതല്ല, ഒരു ഡയറക്ടറെ കീഴിൽ വർക്ക് ചെയ്യാൻ വരുന്ന ഒരു മനസ്സ് സാറിനുണ്ട്. അത് വരുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് ആവശ്യം, ചാടണോ അല്ല ഓടണോ, എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അല്ലാണ്ട് സാറ് വന്നുകൊണ്ട് ഞാൻ മോഹൻലാലാണ് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നല്ല. ഡയറക്ടർ വരുമ്പോൾ ഡയറക്ടർ സാറെന്നേ വിളിക്കുകയുള്ളൂ. ഇപ്പോൾ വളരെ ഇപ്പോൾ തരുണ പോലും അങ്ങനെ വിളിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബഹുമാനം, അങ്ങനെ തന്നെ സിനിമ തീരുന്നവരെ ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്ത് ഫോൺ ചെയ്യുമ്പോൾ തരുണ എന്നൊക്കെ വിളിക്കും. പക്ഷെ സ്പോട്ടിൽ അങ്ങനെയല്ല. സ്പോട്ടിലെ റെസ്പെക്റ്റ് എപ്പോഴും ഉണ്ടാവും. അത് വിളിക്കുന്നത് അദ്ദേഹമാണല്ലോ പറഞ്ഞു തരുന്നതും ജോലി ചെയ്യിക്കുന്നതും. ഞാൻ ഇംപ്രവൈസ് ചെയ്യുന്നത് വേറെ. പക്ഷെ എനിക്കൊരു ഗൈഡൻസ് തരുന്ന, എന്നോട് ഇത് മതി അല്ലെങ്കിൽ ഇത്രയും പോരാ എന്ന് പറയുന്ന അത് കൊടുക്കും. അത് എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സിനിമ വർക്ക് ചെയ്ത് എല്ലാ ഷൂട്ടിംഗ് സ്ഥലത്തും കണ്ടിട്ടുണ്ട്.